ഇതിങ്ങനെ ആരംഭിക്കുമ്പോൾ വർഗീസ് എന്നെ പോലുള്ളവരുടെ വലിയ വ്യക്തിത്വം നമ്മുടെ ഇടവകയിലുള്ള ഒരു കരുത്താണ് വികാരിച്ചനും സെബിച്ചേട്ടനും കൈക്കാരന്മാർക്കൊക്കെ തുണയായിട്ടുള്ളത്. ഇതുകൊണ്ട് നല്ലൊരു കയ്യടി നമുക്ക് വർഗീസ് ചേട്ടന് കൊടുക്കാം. വർഗീസ് ചേട്ടനെ നമുക്കൊരു 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കാം. പ്രിയപ്പെട്ട വികാരിച്ച പ്രിയപ്പെട്ട വികാരിച്ച, പ്രിയപ്പെട്ട കൊച്ചിച്ച, ഷെബി മാണിക്കത്താൻ, ജിബി വർഗീസ്, പോൾ മുണ്ടാടൻ, എല്ലാവരും പേരറിയുള്ള ഇതിലുള്ള കമ്മിറ്റിയിലുള്ള എല്ലാവരും, ലക്കി എല്ലാവരും, ഇത് നമ്മുടെ 1 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ തുടങ്ങിയ ഒരു സ്കൂളിൻ്റെ 2ാമതുള്ള ഒരു നിർമ്മാണമാണ് നടക്കുന്നത്. ആ 1 നൂറ്റാണ്ട് കൊണ്ട് ലോകത്തിലുണ്ടായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എത്രമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അന്ന് ആശാൻ പള്ളിക്കൂടം പോലെ അല്ലെങ്കിൽ ഒരു നിലത്തെഴുത്ത് പോലെ ആണ് അന്ന് പഠിപ്പിച്ചതും അത് കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വന്ന് അത് ഇവിടെ നിന്ന് പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കാനായിട്ട് ഇന്നത്തെ ഒരു ലെവലിലേക്ക് കുറച്ചെങ്കിലും എത്താൻ കഴിഞ്ഞത്, കോമ്പീറ്റൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ഇപ്പം അതേ വിദ്യാഭ്യാസ നിലവാരം അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടിസ്ഥാനവും ഇവിടെ തന്നെ ആവശ്യമാണ്. അപ്പോൾ ഇതൊരു LP സ്കൂളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും ഇന്ന് ലോകത്തിന് എന്ത് ആവശ്യമുണ്ട്, മലയാളികൾക്ക് ലോകം മുഴുവനും അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ ഇവിടെയെല്ലാം പോയിട്ട് പഠിക്കാനായിട്ട് എന്തെല്ലാം ടെക്നിക്കൽ കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ. LPG സ്കൂൾ ഓക്കെ, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ ഇത് അതോടൊപ്പം തന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി ഇത് പഴുതോടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഏരിയയുള്ള സ്ഥലമാണ്. അതിനുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള വികാരിയച്ഛനും ഇവിടെയുള്ള സെബി മണിക്കത്താനും ഇവിടെയുള്ള എല്ലാവരും അതിനുള്ള, അതുപോലെ പോൾ മുണ്ടാറിനെല്ലാം ടെക്നിക്കലായിട്ട് ഇതേപ്പറ്റി അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും കൂടി ഒന്ന് ചേർന്ന് ഇതൊരു സ്ട്രോങ് എഡ്യൂക്കേഷൻ അങ്കമാലിയുടെ മുഖമുദ്രയായിട്ട് ഈ സ്കൂളിനെ മാറ്റാം. സെൻറ്റ് മേരി ഒരു LP സ്കൂളല്ല നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. LP സ്കൂൾ ഒരു അടിസ്ഥാനം മാത്രം. പക്ഷേ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെ കൂടെ ഡിപ്ലോമകളും പിന്നെ കാറ്ററിങ്ങിൻ്റെ ഇതിൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ്, ലാംഗ്വേജസ് ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ തുടങ്ങിയ ലാംഗ്വേജസ്, സ്പാനിഷ്. അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു കോംപ്ലക്സ് ആയിട്ട് എഡ്യൂക്കേഷൻ കോംപ്ലക്സ്, ഒരു മിനി യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അമേരിക്ക ഇതിൻ്റെ ദുബായിലെല്ലാം ഉണ്ട്, എന്താ പറയുക, നോളജ് സിറ്റി എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു സിറ്റി ആയിട്ട് നമുക്ക് അതിനുള്ള ആവശ്യമുള്ള, വേണമെങ്കിൽ അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ മാറ്റി എടുക്കാവുന്ന ഇത് ചെയ്യുകയും ചെയ്യും, വേണമെങ്കിൽ ഇനിയും വിസ്തൃതി കൂട്ടാനായിട്ട്. അപ്പോൾ അതിന് അച്ഛനും നമ്മുടെ എല്ലാ കമ്മിറ്റിക്കാരും ഇതായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആളുകളെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഇതൊരു നോളജ് സിറ്റി, ദുബായിൽ നോളജ് സിറ്റി പോലെ അങ്കമാലി നോളജ് സിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. താങ്ക് യു. ഇത്രയുള്ളവരെ വർഗീസ് ചേട്ടൻ പങ്കുവെച്ച വലിയൊരു ആശയം ഈ നോളജ് സിറ്റി, അതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു അക്കാഡമിക് ഗ്രൂപ്പ് വേണം. ഡോക്ടർ പോൾ മുണ്ടാടൻ ഫിസാറ്റിനെ അങ്ങനെ ഉയർത്തിയൊരു വ്യക്തിയാണ്. പോൾ സാറാണ് ഈ എഡ്യൂക്കേഷൻ കൗൺസിലിലെ വലിയൊരു അക്കാഡമിഷ്യനായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. പോൾ സാറ് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഡോക്ടർ അച്ഛ, എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കൺവീനർ ശ്രീ സെബി, നമുക്ക് ഏറ്റവും ആദരണീയനായ പ്രിയപ്പെട്ട ഡോക്ടർ വർഗീസ് മുണ്ടൻ, മറ്റ് കൗൺസിലിലെ അംഗങ്ങളെ, വാർഡ് കൗൺസിലേഴ്സ്, അധ്യാപകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യത്തിനാണ് സാക്ഷ്യം വഹിക്കുക. 108 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾക്കറിയാം. അത് രൂപമാറ്റം വന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് സെൻറ്റ് സ്കൂളായി. ഇവിടെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ബാക്കി പത്രങ്ങൾ ഇവിടെയുണ്ട്. അതിന്ന് ഈ രീതിയിൽ പുനർനിർമ്മീകരിക്കപ്പെടുന്നുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അന്ന് 1917 അന്നത്തെ വൈദികനായിരുന്ന പഞ്ഞിക്കാരൻ അച്ഛൻ അങ്കമാലി പള്ളിയിലെ കുരിശ് വിറ്റ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ മഹത്തായൊരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ ഒരു വൈദികൻ നമ്മുടെ ഇടവകയിൽ വന്നുപെട്ടപ്പോൾ ഇതിൻ്റെ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ, അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കപ്പെട്ടപ്പോൾ
അന്നത്തെ കമ്മിറ്റി, അന്നത്തെ കൈക്കാരന്മാരുൾപ്പെടെ നമ്മുടെ ഷാൻഡുവും റിൻസിനും ഉൾപ്പെടെയുള്ളവർ, അന്നത്തെ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ കൺവീനറായ ശ്രീ JP ഉൾപ്പെടെയുള്ളവർ ഇതുമായി മുന്നോട്ട് വരികയും പിന്നീട് പുതിയ കമ്മിറ്റിയിലേക്ക് വന്നപ്പോൾ ശ്രീ സെബിയും പുതിയ കൺവീനർമാരും കൈക്കാരന്മാരും ഒക്കെ വന്നപ്പോൾ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു രൂപരേഖ തയ്യാറാക്കുകയും മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വരികയും ഇത് പുനർനിർമ്മാണത്തിനായി ഇതുപോലെ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്.